ആരും ഓടിപ്പോയല്ലേ കേട്ടോ. ഇന്ന് പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഒരത്ഭുത ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ദിക്ർ നിങ്ങളൊന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ ലൈഫ് കളറാവും, നിങ്ങളുടെ ലൈഫ് മാറി മറിയും ഉറപ്പാൻ. ഏതാണ് ദിക്ർ എന്നറിയോ? അത് നമ്മൾ റമദാനിലെ ആദ്യ 10 ചൊല്ലുന്നൊരു ദിക്റ. പക്ഷെ അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? ഏതാണ് ദിക്ർ? ഏതാണ്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എന്നിൽ നീ കരുണ ചെയ്യണേ ചമ്പുരാനെ. കരുണ ചെയ്യുന്നവരിൽ വെച്ച് അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനായ അല്ലാ. പക്ഷെ അത് ഫലിക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 ടിപ്സ് പറഞ്ഞു തരട്ടെ. ഒന്നെന്താണെന്നറിയോ? നമ്മൾ എന്താണ് അള്ളാഹുനോട് ചോദിക്കണത്? പടച്ചോന്റെ കാരുണ്യാണല്ലേ. അപ്പൊ അള്ളാഹു റബ്ബുൽ ആലമീന്റെ ഭാഗത്ത് നമുക്ക് കരുണ വേണം. എന്നാൽ നമ്മൾ അള്ളാഹിനോട് ചെയ്തതോ ഒരുപാട് തെറ്റുകളാണ്, ഒരുപാട് പാപങ്ങൾ, കയ്യും കണക്കില്ലാത്ത പാപങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാലും പടച്ചോനെ നീ പുറത്ത് തന്നെ അല്ല, നീ കരുണ ചെയ്യണേ അല്ല എന്ന് പറഞ്ഞാൽ അല്ല പുറത്തു തരും. അപ്പൊ ഈ സ്വഭാവം നമ്മിൽ ഉണ്ടാകണം. ഈ ദുആ അല്ലാഹു സ്വീകരിക്കും. ഏത് സ്വഭാവം? അയൽക്കാര് നമ്മളെ ചിലപ്പോൾ ഇടങ്ങേറാക്കിയിട്ടുണ്ടാവും അല്ലേ. കുടുംബക്കാരിൽ ചിലപ്പോൾ മൂത്താപ്പ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും, കൊച്ചാപ്പായിട്ട് പ്രശ്നം ഉണ്ടാവും, മൂത്തുമായിട്ട് പ്രശ്നം ഉണ്ടാവും, സഹോദരങ്ങളായിട്ട് പ്രശ്നം ഉണ്ടാവും. എടോ, എന്ത് പ്രശ്നമാണെങ്കിലും ഞാൻ പൊരുത്തപ്പെട്ട് വന്നിട്ടുണ്ട്, ഞാൻ പുറത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ അങ്ങ് പുറത്തു കൊടുത്താൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും. നിങ്ങൾ അങ്ങ് കരുണ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് കാരുണ്യം തരും. ഈ കാര്യമാണ് ഒന്നാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാതെ എത്ര കരഞ്ഞിട്ടും പടച്ചോനെ കാരുണ്യം തരണേ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആരും ഓടിപ്പോയല്ലേ കേട്ടോ. ഇന്ന് പുണ്യ റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഒരത്ഭുത ദിക്ർ ഞാൻ പറഞ്ഞു തരട്ടെ. 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ ദിക്ർ നിങ്ങളൊന്ന് ചൊല്ലിയാൽ നിങ്ങളുടെ ലൈഫ് കളറാവും, നിങ്ങളുടെ ലൈഫ് മാറി മറിയും ഉറപ്പാൻ. ഏതാണ് ദിക്ർ എന്നറിയോ? അത് നമ്മൾ റമദാനിലെ ആദ്യ 10 ചൊല്ലുന്നൊരു ദിക്റ. പക്ഷെ അതിന്റെ ഫലം നമുക്ക് കിട്ടുന്നുണ്ടോ? എന്താ കിട്ടാത്തത്? ഏതാണ് ദിക്ർ? ഏതാണ്? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ. അല്ലാഹുവേ, എന്നിൽ നീ കരുണ ചെയ്യണേ ചമ്പുരാനെ. കരുണ ചെയ്യുന്നവരിൽ വെച്ച് അങ്ങേയറ്റം